നമുക്കെല്ലാവർക്കും അറിയാം നമ്മുടെ വോൾവറിൻ്റെ ഹീലിംഗ് ഫാക്ടറിനെ പറ്റി. പക്ഷേ ഒരു ദിവസം വോൾവറിന് ആ ഹീലിംഗ് ഫാക്ടർ നഷ്ടപ്പെടുകയാണ്. അതുകൊണ്ട് തന്നെ ഹീലിംഗ് ഫാക്ടർ പഴയതുപോലെ ആക്കുവാനായി വോൾവറിൻ ഫാൻറ്റാസ്റ്റിക് ഫോറിലെ മിസ്റ്റർ ഫാൻറ്റാസ്റ്റിക്കിനോട് സഹായം ചോദിച്ചു. അങ്ങനെ ഇപ്പോൾ വോൾവറിനെ സഹായിക്കുവാനായി മിസ്റ്റർ ഫാൻറ്റാസ്റ്റിക് വോൾവറിൻ്റെ ശരീരമെല്ലാം പരിശോധിച്ചിട്ട് വോൾവറിനോട് നിൻ്റെ ഹീലിംഗ് ഫാക്ടർ പഴയതുപോലെ റീആക്റ്റീവ് ചെയ്യുവാൻ തനിക്ക് സാധിക്കുമെന്നും പക്ഷെ അതിന് തനിക്ക് ഒരുപാട് സമയം ആവശ്യമാണെന്നും അതുകൊണ്ട് നീ ആരോടും അടിപടിയൊന്നും ഉണ്ടാക്കാൻ പോകാതെ മര്യാദയ്ക്ക് ഇരിക്കണമെന്നും ഇല്ലെങ്കിൽ ഫൈറ്റിനിടയിൽ വലിയ മുറിവ് വല്ലതും ഉണ്ടായാൽ നീ മരിക്കുമെന്നും മിസ്റ്റർ ഫാൻറ്റാസ്റ്റിക് പറയുകയാണ്. മാത്രമല്ല വോൾവറിൻ തൻ്റെ അഡമാൻഡിയം ക്ലൗസ് അഥവാ നഖങ്ങൾ പുറത്തേക്കെടുത്ത് തിരിച്ചു കയറ്റുമ്പോൾ എന്തൊക്കെയോ ബാക്ടീരിയയും ശരീരത്തിൻ്റെ അകത്ത് കയറുന്നുണ്ടെന്നും അതുകൊണ്ട് ഹീലിംഗ് ഫാക്ടർ ശരിയാകുന്നത് വരെ അത് ഉപയോഗിക്കാൻ പാടില്ല എന്നും മിസ്റ്റർ ഫാൻറ്റാസ്റ്റിക് വോൾവറിനോട് പറയുകയാണ്. അങ്ങനെ ഇപ്പം മിസ്റ്റർ ഫാൻറ്റാസ്റ്റിക് പറഞ്ഞതെല്ലാം കേട്ട വോൾവറിൻ താൻ മര്യാദയ്ക്ക് ഇരിക്കുവാൻ ശ്രമിക്കാമെന്ന് മിസ്റ്റർ ഫാൻറ്റാസ്റ്റിക്കിനോട് പറയുകയാണ്. പക്ഷേ വോൾവറിന് സമാധാനത്തോടെ മര്യാദയ്ക്ക് ജീവിക്കുവാൻ പിന്നീട് സാധിക്കുന്നില്ല. കാരണം കുറേ പേരോട് എന്തൊക്കെയോ അടിപിടിയൊക്കെ ഉണ്ടാക്കി ചെറിയ മുറിവുകളുമായി സ്ഥിരമായി പോകാറുള്ള ബാറിലേക്ക് പോകുന്ന വോൾവറിനെയാണ് ഇനി കാണിക്കുന്നത്. ഇപ്പോൾ ബാറിലിരുന്ന് ആൽക്കഹോൾ ഉപയോഗിച്ച് തൻ്റെ ദേഹത്തുള്ള മുറിവുകളെല്ലാം മാറ്റുവാൻ നോക്കുകയും അതുപോലെ ബിയർ കുടിക്കുകയുമാണ് വോൾവറിൻ. മാത്രമല്ല അവിടെയുള്ള ഫോൺ ഉപയോഗിച്ച് തൻ്റെ ഏതോ ഒരു ഫ്രണ്ടിനെ പുള്ളിക്കാരൻ വിളിച്ച് ചുമ്മാ സംസാരിക്കുകയും ചെയ്യുന്നു. അങ്ങനെ പിന്നീട് ആ ബാറിൽ നിന്ന് പോകുന്നതിന് മുമ്പ് തൻ്റെ പരിചയക്കാരനായ ബാർ നടത്തിപ്പുകാരനോട് തനിക്ക് നിൻ്റെ ഒരു സഹായം വേണമെന്നും അതെന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ തന്നെ തേടി കുറച്ച് പേർ ഇവിടെ വരുമെന്നും അങ്ങനെ ആരെങ്കിലും വന്നാൽ അവരോട് നീ താൻ പറയുന്ന കാര്യങ്ങൾ പറയണമെന്ന് വോൾവറിൻ പറഞ്ഞതും അപ്പോൾ തന്നെ ബാറുകാരൻ നിൻ്റെ ഫ്രണ്ട്സാണോ ഇവിടെ വരുന്നതെന്ന് വോൾവറിനോട് ചോദിച്ചതും അല്ല എന്ന് വോൾവറിൻ പറയുകയാണ്. അങ്ങനെ പിന്നീട് ആ ബാറുകാരനോട് എന്തൊക്കെയോ പറഞ്ഞ് ഏൽപ്പിച്ചിട്ട് വോൾവറിൻ അവിടുന്ന് പോവുകയാണ്. പിന്നീട് കുറേ നേരത്തിന് ശേഷം ആ ബാറിൽ ലൂക്ക് എന്ന ഒരു മൊട്ടത്തലയനും പിന്നെ അവൻ്റെ കുറച്ച് ആളുകളും വരികയാണ്. ഇപ്പോൾ ആ ലൂക്ക് എന്ന് പറഞ്ഞവൻ ബാറുകാരനോട് 2-3 ബിയർ തനിക്ക് തരുവാൻ പറയുന്നു. ലൂക്കിനെയും അവൻ്റെ ആളുകളെയും കണ്ട് പേടിച്ച ബാറുകാരൻ ബിയർ അവർക്ക് കൊടുത്തിട്ട് തൻ്റെ തോക്കെടുത്ത് അവർക്ക് നേരെ ചൂണ്ടിയിട്ട് മര്യാദയ്ക്ക് ബിയറിൻ്റെ കാശ് തന്നിട്ട് ഇവിടുന്ന് വേഗം പൊയ്ക്കോളാൻ ലൂക്കിനോടും ബാക്കിയുള്ളവരോടും പറഞ്ഞതും അപ്പോൾ തന്നെ ലൂക്ക് ഞങ്ങളെ ഒന്നും ചെയ്യരുതേ എന്നും പറഞ്ഞ് മേടിച്ച ബിയറിനേക്കാൾ കൂടുതൽ പൈസ ബാറുകാരന് കൊടുക്കുകയാണ്. ഇപ്പോൾ കൂടുതൽ പൈസ തനിക്ക് തന്നത് എന്തിനാണെന്ന് ബാറുകാരൻ ലൂക്കിനോട് ചോദിച്ചതും അപ്പോൾ തന്നെ ലൂക്ക് ആ ബാറുകാരൻ്റെ കയ്യിലിരിക്കുന്ന തോക്കിൽ കയറി പിടിച്ച് അത് ഒടിക്കുകയാണ്. ഈ തോക്കിൻ്റെ വിലയായിട്ടാണ് താൻ അത്രയും കാശ് നിനക്ക് തന്നതെന്ന് ബാറുകാരനോട് ലൂക്ക് പറഞ്ഞതും ലൂക്ക് ചെയ്തതും പറഞ്ഞതും കണ്ടും കേട്ടും ബാറുകാരൻ ഞെട്ടിപ്പോവുകയാണ്. അങ്ങനെ ഞെട്ടി നിൽക്കുന്ന ബാറുകാരനോട് ഞങ്ങളിവിടെ വോൾവറിനെ അന്വേഷിച്ചാണ് വന്നതെന്നും വോൾവറിൻ ഇവിടെ സ്ഥിരമായി വരാറുണ്ടെന്ന് ഞങ്ങൾ അറിഞ്ഞുവെന്നും അതുകൊണ്ട് അവൻ എവിടെയാണുള്ളതെന്ന് നിനക്കറിയാമെന്നും അതുകൊണ്ട് മര്യാദയ്ക്ക് അവൻ എവിടെയാണുള്ളതെന്ന് ഞങ്ങളോട് പറയുവാൻ ലൂക്ക് ബാറുകാരനോട് പറഞ്ഞതും അപ്പോൾ തന്നെ ബാറുകാരൻ ആരെങ്കിലും തന്നെ അന്വേഷിച്ച് വന്നാൽ ഈ പേപ്പർ അവർക്ക് കൊടുക്കണമെന്ന് വോൾവറിൻ പറഞ്ഞിരുന്നുവെന്ന് പറഞ്ഞ് ഒരു പേപ്പർ ലൂക്കിൻ്റെ കയ്യിൽ കൊടുക്കുകയാണ്. അപ്പോൾ തന്നെ ലൂക്ക് ആ പേപ്പർ തുറന്നു നോക്കിയതും അതിൽ വോൾവറിൻ താനിപ്പോൾ എവിടെയാണ് ഉള്ളതെന്ന ലൊക്കേഷൻ കൊടുത്തിരിക്കുന്നത് ലൂക്ക് കാണുന്നു. അപ്പോൾ തന്നെ ലൂക്കും അവൻ്റെ ആളുകളും ആ ലൊക്കേഷൻ നോക്കി ഒരു ബോട്ടിൽ കയറി ഒരു ദ്വീപിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. ആ ദ്വീപിൻ്റെ തൊട്ടടുത്ത് മറ്റൊരു ബോട്ട് നിർത്തിയിട്ടിരിക്കുന്നത് കണ്ട ലൂക്ക് തൻ്റെ ആളുകളിൽ ഒരാളോട് ആ ബോട്ടിൽ വോൾവറിൻ ഉണ്ടോ എന്ന് നോക്കുവാൻ പറഞ്ഞ് അയാളെ ആ ബോട്ടിലേക്ക് പറഞ്ഞു വിടുകയാണ്. ഇപ്പോൾ അയാൾ ആ ബോട്ടിൽ ചെന്ന് ആ ബോട്ട് പരിശോധിച്ച് പുറത്തിറങ്ങിയതും പെട്ടെന്ന് ആ ബോട്ട് പൊട്ടിത്തെറിച്ച് അയാൾ മരിക്കുകയാണ്. അത് കണ്ട് ലൂക്കും ബാക്കിയുള്ളവരും ഞെട്ടി നിൽക്കെ ലൂക്കിൻ്റെ ആ ബോട്ട് പെട്ടെന്ന് ഭയങ്കരമായി ആടാൻ തുടങ്ങിയാണ്. അത് കണ്ടതും ഇത് വോൾവറിൻ്റെ പരിപാടിയാണെന്നും പറഞ്ഞ് ലൂക്കും അവൻ്റെ ആളുകളും വേഗം കടലിലേക്ക് ചാടി ആ ദ്വീപിലേക്ക് നീന്തി കയറുവാൻ നോക്കുകയാണ്. പക്ഷെ നീന്തി പോകുന്നതിൻ്റെ ഇടയിൽ ലൂക്കിൻ്റെ ആളുകളെയെല്ലാം വോൾവറിൻ മുക്കിക്കൊല്ലുകയാണ്. അങ്ങനെ ഇപ്പോൾ ലൂക്ക് ഒറ്റയ്ക്ക് ആ ദ്വീപിൽ ചെന്ന് കയറിയതും പെട്ടെന്ന് എന്തോ കണ്ട് ലൂക്ക് ഞെട്ടിപ്പോവുകയാണ്. അതെന്താണെന്ന് വെച്ചാൽ ആ ദ്വീപിൽ ഒരുപാട് ക്രിമിനൽസ് മരിച്ചു കിടക്കുകയാണ്. അവരെ എല്ലാം കൊന്നത് നമ്മുടെ വോൾവറിനാണ്. അവരും വോൾവറിനെ അന്വേഷിച്ച് ലൂക്കിനേക്കാൾ മുമ്പ് ആ ദ്വീപിൽ വന്നവരാണ്. അങ്ങനെ ഇപ്പോൾ അത് കണ്ട് ഞെട്ടി നിൽക്കെ ലൂക്കിൻ്റെ പുറകിൽ നമ്മുടെ വോൾവറിൻ വന്ന് നിൽക്കുകയാണ്. അപ്പോൾ തന്നെ അവർ തമ്മിൽ ഒരു ഫൈറ്റ് അവിടെ നടക്കുന്നു. ആ ഫൈറ്റിൽ ആദ്യമൊക്കെ നമ്മുടെ വോൾവറിൻ വീണ് പോകുന്നുണ്ടെങ്കിലും പുള്ളി ലൂക്കിനെ അടിച്ചു വീഴ്ത്തുകയാണ്. എന്നിട്ട് നിന്നെപ്പോലെയുള്ളവന്മാരെ എന്തിനു വേണ്ടിയാണ് തന്നെ കൊല്ലാൻ വരുന്നതെന്ന് ലൂക്കിനോട് ചോദിച്ചതും ആരും നിന്നെ കൊല്ലാൻ വേണ്ടിയല്ല വരുന്നതെന്നും എന്നെപ്പോലെ എല്ലാവരും നിന്നെ ജീവനോടെ പിടികൂടുവാനാണ് നോക്കുന്നതെന്നും നിന്നെ എത്രയും വേഗം ജീവനോടെ പിടികൂടുന്നവർക്ക് വലിയൊരു തുക തന്നെ ലഭിക്കുമെന്നും അതാണ് കോൺട്രാക്റ്റ് എന്നും ലൂക്ക് വോൾവറിനോട് പറയുന്നു. അത് കേട്ടതും അപ്പോൾ ഇനിയും തന്നെ തേടി ഒരുപാട് പേര് വരുമെന്ന് മനസ്സിലാക്കിയ വോൾവറിൻ ലൂക്കിനോട് നിന്നെ താനിപ്പോൾ വെറുതെ വിടാമെന്നും പക്ഷെ നീ തനിക്ക് വേണ്ടി 2 കാര്യങ്ങൾ ചെയ്യണമെന്നും അതെന്താണെന്ന് വെച്ചാൽ ഒന്നാമത്തത് എന്നെ തേടി വരുന്ന ക്രിമിനൽസിനോട് മറ്റും എൻ്റെ അടുത്ത് വന്നാൽ ഞാൻ അവരെ കൊല്ലുമെന്ന് നീ പറയണമെന്നും പിന്നെ രണ്ടാമത്തത് ഈ കോൺട്രാക്റ്റ് ഉണ്ടാക്കിയത് ആരാണെന്ന് നീ ഇപ്പോൾ തന്നോട് പറയണമെന്ന് വോൾവറിൻ ലൂക്കിനോട് പറയുന്നു.
അപ്പോൾ തന്നെ ലൂക്ക് ഈ കോൺട്രാക്റ്റ് ഞങ്ങൾക്ക് നൽകിയത് പോയിസൺ സിറ്റിയെ ഭരിക്കുന്ന എല്ലാത്തിനെയും കീഴടക്കുന്ന വൈപ്പറാണെന്ന് ലൂക്ക് വോൾവറിനോട് പറയുകയാണ്.